Hi all, welcome to Wings to Win Education. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ നിന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതായത് 2021 മുതൽ ഇങ്ങോട്ട് ഡിഗ്രി പ്രിലിംസ് 2021 മുതൽ ഇങ്ങോട്ട് ഡിഗ്രി പ്രിലിംസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അതായത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ പോർഷൻസ് നമ്മൾ രണ്ട് പാർട്ടിലായിട്ട് കംപ്ലീറ്റ് ചെയ്തു. അതായത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി നമ്മൾ മൊത്തമായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കുന്നത് ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ നിന്നും ഡിഗ്രി പ്രിലിംസിന് 2021 മുതൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 2021 മുതൽ 2025 വരെയുള്ള ഡിഗ്രി പ്രിലിംസ് എടുത്ത് നോക്കിയാൽ അതിൽ ഏകദേശം 7 ക്വസ്റ്റ്യൻസ് ആണ് മാക്സിമം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ നിന്നും ചോദിച്ചിട്ടുള്ളത്. ആ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മളുടെ രണ്ട് പോർഷൻ കണ്ട കുട്ടികൾക്ക് തീർച്ചയായിട്ടും എന്ത് കിട്ടും? ഈ 6 എന്തായാലും കിട്ടും. ഒന്നൊരു കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ ഒരു നമ്മൾ ഡിസ്കസ് ചെയ്യാത്തൊരു രീതിയിലാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. പക്ഷെ 6 നമ്മളുടെ ഈ രണ്ട് പോർഷൻസ് കണ്ട കുട്ടികൾക്കും 6 മാർക്ക് എന്തായാലും സ്കോർ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് പോർഷൻസും കണ്ടു തീർക്കുക. എന്നിട്ട് ഈ ഒരു ടെസ്റ്റ് പേപ്പർ അറ്റൻഡ് ചെയ്യാം. ഞാൻ ക്വസ്റ്റ്യൻ പറയാം, ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ആൻസർ ഒന്ന് ടിക്ക് ചെയ്താൽ മതി. അതിനുശേഷം അതിന്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ട് നമുക്ക് കറക്റ്റ് ആൻസർ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കൂ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഇല്ലാതിരുന്നത്? നമുക്കറിയാം, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി നിലവിൽ വന്നപ്പോൾ ഒരുപാട് മേജർ കമ്മിറ്റീസും മൈനർ കമ്മിറ്റീസും ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് നമ്മുടെ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. അംബേദ്കറുടെ നേതൃത്വത്തിൽ 7 അംഗങ്ങൾ, അംബേദ്കർ അടങ്ങുന്ന ചെയർമാൻ അടക്കം 7 അംഗങ്ങളാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. ആരൊക്കെയാണ്? ഡോക്ടർ BR അംബേദ്കർ എന്ന് പറയുന്ന ചെയർമാൻ ഉണ്ടായിരുന്നു, N ഗോപാലസ്വാമി അയ്യങ്കാർ ഉണ്ടായിരുന്നു, അല്ലാടി കൃഷ്ണസ്വാമി അയ്യാർ ഉണ്ടായിരുന്നു, ഡോക്ടർ KM മുൻഷി ഉണ്ടായിരുന്നു, സെയ്ദ് മുഹമ്മദ് സാദുള്ള ഉണ്ടായിരുന്നു, N മാധവറാവു ഉണ്ടായിരുന്നു, TT കൃഷ്ണമാചാരി ഉണ്ടായിരുന്നു. BL മിറ്ററും DP കൈത്താനും ഒക്കെ ഇതിൽ അംഗങ്ങളായിരുന്നു. അവർക്ക് പകരമാണ് N മാധവറാവു എന്ന്. BL മിറ്ററിന് അദ്ദേഹത്തിന്റെ ഇല്ല ഹെൽത്ത് കാരണം അദ്ദേഹത്തിന് റിസൈൻ ചെയ്യേണ്ടി വന്നു. പകരം N മാധവറാവുവിനെ അപ്പോയിന്റ് ചെയ്തു. DP ഖൈത്താൻ അംഗമായിരിക്കെ മരണപ്പെട്ടതിന്റെ ഭാഗമായിട്ട് TT കൃഷ്ണമാചാരിയെ അപ്പോയിന്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പൊ ഇവരൊക്കെയായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ മെമ്പേഴ്സ്. ഇവയിൽ പെടാത്തത് ഇതിൽ ഓപ്ഷനിൽ ആരാണ്? യെസ്, ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു ആണ്. ബാക്കി 3 പേരും ആരിൽ അംഗങ്ങളായിരുന്നു? കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗങ്ങളായിരുന്നു. എന്നാൽ ജവഹർലാൽ നെഹ്റു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമായിരുന്നില്ല. നോക്കൂ, സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് നെക്സ്റ്റ് ഒരു ഫേസിലും കൂടെ ഇത് ചോദിച്ചത് കാരണമാണ് ഞാനിത് ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. താഴെ പറയുന്നവയിൽ ആരാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്തത് എന്നുള്ളതാണ്. ഓപ്ഷൻസ് മാറ്റമുണ്ട്. BR അംബേദ്കർ ഉണ്ട്, KM മുൻഷി ഉണ്ട്, മുഹമ്മദ് സാദുള്ളയുണ്ട്, ജവഹർലാൽ നെഹ്റു ഉണ്ട്. നമുക്കറിയാം ആദ്യത്തെ 3 പേരും ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ മെമ്പേഴ്സ് ആയിരുന്നു. എന്നാൽ ജവഹർലാൽ നെഹ്റു എന്തല്ല, മെമ്പർ ആയിരുന്നില്ല. സോ ആൻസർ ഓപ്ഷൻ ഡി, ജവഹർലാൽ നെഹ്റു. Then നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1946 ഭരണഘടനാ അസംബ്ലിയുടെ ആകെ അംഗസംഖ്യ എത്രയായിരുന്നു? നിങ്ങൾ വർഷം നോക്കണം കേട്ടോ. 1946 1946 ഭരണഘടനാ അസംബ്ലി നിലവിൽ വരുന്നത്. ആ നിലവിൽ വരുന്ന സമയത്ത് ആകെ 389 അംഗങ്ങൾ ഉണ്ടായിരുന്നു. അത് 299 ആണോ എന്ന് പലർക്കും സംശയം ഉണ്ടാവാം. ഓപ്ഷൻ ഡി ആണോ എന്നുള്ളത്. പക്ഷെ ഡി അല്ല. കാരണം എന്താണ്? ഇവിടെ വർഷം 1946 ആണ് കൊടുത്തിട്ടുള്ളത്. ഭരണഘടനാ അസംബ്ലിയുടെ അംഗങ്ങളുടെ അംഗസംഖ്യ 389 നിന്നും 289 കുറയുന്നുണ്ട്. അത് ഏത് വർഷമാണ്? യെസ്, 1947 അതും സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ജൂൺ 3 മൗണ്ട് ബാറ്റൺ പ്ലാൻ ജൂൺ 3 നിലവിൽ വന്നപ്പോൾ ഇന്ത്യ എന്നും പാകിസ്ഥാൻ എന്നും രണ്ട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലീസ് ആയിട്ട് മാറി. അപ്പോൾ മുസ്ലിം ലീഗ് ആരുടെ കൂടെ നിന്നു? പാകിസ്ഥാന്റെ കൂടെ നിൽക്കുകയും ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലിയിൽ നിന്നുള്ള മുസ്ലിം ലീഗിന്റെ അംഗങ്ങൾ അതിൽ നിന്നും ഒഴിവായി പോവുകയും ചെയ്തു. അതിന്റെ ഭാഗമായിട്ട്
389 എന്ന അംഗസംഖ്യ 299 കുറഞ്ഞു. അപ്പൊ വർഷം നോക്കിയിട്ട് വേണം നിങ്ങൾ ആൻസർ ചെയ്യാം. ഇവിടെ 1946 ചോദിച്ചത്. 1946 389 അംഗങ്ങൾ ഉണ്ടായിരുന്നു. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ് കേട്ടോ. 1946 389 അംഗങ്ങൾ ഉണ്ടായിരുന്നു എന്നത് ഓർത്തിരിക്കുക. 1947 ജൂൺ 3 മൗണ്ട് ബാറ്റൻ പ്ലാൻ പ്രകാരമാണ് അംഗസംഖ്യ കുറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കൂ. ഭരണഘടനാ അസംബ്ലിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഏതൊക്കെയാണ്? ഒരു ഭരണഘടനാ അസംബ്ലി എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ജവഹർലാൽ നെഹ്റു ആണ് എന്നതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കൂ. നിയമസഭയിലെ ആകെ അംഗങ്ങൾ 389 ആണോ? നിയമസഭയിലെ അംഗങ്ങൾ ആകെ 389 ദെൻ മഹാത്മാഗാന്ധി ഭരണഘടനാ അസംബ്ലിയിലെ അംഗമായിരുന്നു. നോക്കൂ, ഒന്ന് മാത്രം ശരിയാണ്, രണ്ട് മാത്രം ശരിയാണ്, ഒന്നും രണ്ടും മാത്രം ശരിയാണ്. മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. നോക്കാം, നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ് ആയി കീറി മുറിച്ചാൽ. ഒരു ഭരണഘടനാ അസംബ്ലി എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ആണോ? അല്ല, അല്ലേ? 1938 ജവഹർലാൽ നെഹ്റു അടങ്ങുന്ന കോൺഗ്രസ് ഒക്കെ ഈ ഒരു ആശയത്തിന് വേണ്ടിയിട്ട് വാദിക്കുന്നത്. അതിനു മുമ്പ് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഡിമാൻഡ് ഉന്നയിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ എം എൻ റോയ് എന്ത് ചെയ്തിട്ടുണ്ട്? ഭരണഘടന അസംബ്ലിക്ക് വേണ്ടിയിട്ട് വാദിച്ചിട്ടുണ്ട്. 1934 ഭരണഘടന അസംബ്ലി എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെക്കുന്നത് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒക്കെ പാനിയർ ആയിട്ടുള്ള എം എൻ റോയ് ആണ്. അതുകൊണ്ട് ഒന്നാമത്തേത് തെറ്റാണ്. ഒന്ന് തെറ്റാണ്. അപ്പൊ ഒന്ന് മാത്രം ശരിയാണെന്നുള്ള ഈ ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാം. ദെൻ ഇത് ഒന്ന് തെറ്റാണെന്ന് നമുക്ക് തെളിഞ്ഞത് കൊണ്ട് സി എന്ന ഓപ്ഷനെ നമുക്ക് എലിമിനേറ്റ് ചെയ്തുകൂടെ? ഇതിനെ ഇല്ലാണ്ടാക്കിക്കൂടെ? കാരണം ഒന്ന് തെറ്റാണ്. അപ്പൊ ഒന്നും രണ്ടും മാത്രം ശരിയാണ് എന്നുള്ളത് നമുക്ക് കറക്റ്റ് ആയിട്ട് വരില്ല. ദെൻ ഡീനെ നമുക്ക് ഒഴിവാക്കിക്കൂടെ? മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ് എന്ന്. ഒന്ന് തെറ്റാണ്, അപ്പൊ അതും ഉണ്ടാവില്ല. അപ്പൊ ഒന്നാമത്തേത് കിട്ടിയാൽ തന്നെ നമുക്ക് ആൻസർ കിട്ടി. ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്, അല്ലെ? നിയമസഭയിലെ ആകെ അംഗങ്ങൾ 389 ആ 389 തന്നെയായിരുന്നു ആദ്യത്തെ ആകെ അംഗങ്ങൾ ഉണ്ടായിരുന്നത്. പിന്നീടാണ് അത് 299 കുറഞ്ഞിട്ടുള്ളത്. ദെൻ മൂന്നാമത്തേത് നോക്കൂ. മഹാത്മാഗാന്ധി ഭരണഘടനാ അസംബ്ലിയിൽ അംഗമായിരുന്നു. ഒരിക്കലുമല്ല, മഹാത്മാഗാന്ധി ഭരണഘടനാ അസംബ്ലിയിൽ അംഗമായിരുന്നില്ല. അന്നത്തെ ഏകദേശം വരുന്ന എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും ഭരണഘടനാ അസംബ്ലിയിൽ അംഗങ്ങളായിരുന്നു. പക്ഷെ അംഗമായിരുന്നില്ല. നമ്മുടെ മഹാത്മാഗാന്ധി ഭരണഘടനാ അസംബ്ലിയിൽ അംഗമായിരുന്നില്ല എന്നതാണ് ശരി. അതുകൊണ്ട് മൂന്നാമത്തേതും തെറ്റാണ്. ആൻസർ 2 മാത്രം ശരി എന്ന ഓപ്ഷൻ ബി, 2 മാത്രം ശരി. ഇതൊക്കെ നമ്മൾ നമ്മുടെ ക്ലാസ്സുകളിൽ വളരെ വിവരിച്ച് കൊടുത്തിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയെ കുറിച്ച് കൂടുതൽ അറിയാൻ നമ്മുടെ 2 പാട്ടുകളായിട്ട് കഴിഞ്ഞിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന പോർഷൻ കണ്ടാൽ മതി. ഓക്കെ, നോക്കൂ. 1946 ഭരണഘടനാ അസംബ്ലിയുടെ ആകെ അംഗസംഖ്യ എത്രയായിരുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അത് നേരത്തെ പറഞ്ഞത് തന്നെ കേട്ടോ, 389. ഓക്കെ, ഇനി നോക്കൂ. ഇന്ത്യൻ ഭരണഘടനയുടെ ഔദ്യോഗിക കാലിഗ്രാഫർ. എന്താ കാലിഗ്രാഫർ എന്ന് പറഞ്ഞാല്? ഭരണഘടനയുടെ കയ്യെഴുത്ത് ലിപി എഴുതിയത്, അല്ലെ? കയ്യെഴുത്ത് പ്രതി എഴുതിയത് ആരാണ്? ആരൊക്കെയാ? പ്രേം ബിഹാരി നരേൻ റൈസാദ, രാം പർഷാദ്, എൻ വി ഗാഡ്ഗിൽ, നന്ദലാൽ ബോസ്. ആരാണ്? നോക്കൂ, നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ കാലിഗ്രാഫർ, ഔദ്യോഗിക ഒഫീഷ്യൽ കാലിഗ്രാഫർ എന്നറിയപ്പെടുന്നത് പ്രേം ബിഹാരി നരേൻ റൈസാദയാണ്. ഓക്കെ, അത് ഇറ്റാലിക് സ്റ്റൈലിലാണ് ഇംഗ്ലീഷ് വേർഷൻ കാലിഗ്രാഫറായിട്ട് പ്രേം ബിഹാരി നരേൻ റൈസാദ എഴുതിയിട്ടുള്ളത്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ കാലിഗ്രാഫർ ഹിന്ദി വേർഷൻ എഴുതിയിട്ടുള്ളത് വസന്ത് കിഷൻ ആണ് കേട്ടോ. ഹിന്ദി വേർഷൻ എഴുതിയിട്ടുള്ളത് വസന്ത് കിഷൻ ആണ്. ഇംഗ്ലീഷ് വേർഷൻ എഴുതിയിട്ടുള്ളത് കാലിഗ്രാഫർ എന്ന് പറയുന്നത് പ്രേം ബിഹാരി നരേൻ റൈസാദയാണ്. ഓക്കെ, ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് നന്ദലാൽ ബോസും രാം മനോഹർ സിൻഹയും കൂടെ ചേർന്നിട്ടാണ്. സോ ഓപ്ഷൻ എ, പ്രേം ബിഹാരി നരേൻ റൈസാദ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യ ആദ്യ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ച സമയത്ത്, ഇന്ത്യ ആദ്യ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ റിപ്പബ്ലിക് ദിന പരേഡിലെ മുഖ്യാതിഥി ആരായിരുന്നു? അമേരിക്കയുടെ പ്രസിഡന്റ് ഹാരി എസ് ട്രൂമാൻ, ഫ്രാൻസിന്റെ പ്രസിഡന്റ് വിൻസെന്റ് ഓറിയോൾ, ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് സുകാർണോ,
സോവിയറ്റ് യൂണിയന്റെ പ്രസിഡന്റ് ജോസഫ് സ്റ്റാലിൻ ആരായിരുന്നു? നോക്കൂ, 1950 ജനുവരി 26-നാണ് ഗവൺമെന്റ് ഹൗസിലെ ദർബാർ ഹാളിൽ നടന്ന ഒരു ഗംഭീര ചടങ്ങിൽ വെച്ച് ഇന്ത്യയെ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചു. അതായത് ഡൽഹിയിലെ ദർബാർ ഹാളിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? 1950 ജനുവരി 26-ന് ഇന്ത്യയെ റിപ്പബ്ലിക്കായിട്ട്, പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായിട്ട് ഇന്ത്യയെ പ്രഖ്യാപിക്കുന്നത്. അതേസമയം തന്നെ നമ്മുടെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു. 31 വെടിവെപ്പുകളുടെ സല്യൂട്ട് മുഴക്കിയാണ് ഇന്ത്യ റിപ്പബ്ലിക്കിന്റെ ജനനം. അതിന്റെ ആദ്യ പ്രസിഡന്റ് സ്ഥാനാരോഹണവും ആ സമയത്താണ് പ്രഖ്യാപിച്ചത്. ആ സമയത്ത് ഇന്ത്യയുടെ ചീഫ് ഗസ്റ്റ് എന്ന് പറയുന്നത് ഇന്തോനേഷ്യയുടെ ഫസ്റ്റ് പ്രസിഡന്റ് ആയിട്ടുള്ള, ഇന്തോനേഷ്യയുടെ പ്രഥമ പ്രസിഡന്റ് ആയിട്ടുള്ള സുകർണോയാണ്. ഇന്തോനേഷ്യയുടെ പ്രഥമ പ്രസിഡന്റ് സുകർണോയാണ് നമ്മുടെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത്. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ സി, ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് സുകർണോ. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെടുകയും നടപ്പിലാക്കപ്പെടുകയും ചെയ്തത് എന്നാണ് അംഗീകരിച്ചിട്ടുള്ളത്? യെസ്, നവംബർ 1949 നവംബർ 26-ന് ഭരണഘടനയെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അക്സെപ്റ്റ് ചെയ്തു. അത് നിലവിൽ വരുന്നത് ഏത് വർഷമാണ്? തൊട്ടു പിറ്റത്തെ വർഷം 1950 ജനുവരി 26-നാണ്. ആ ദിവസമാണ് ജനുവരി 26-നാണ് നമ്മൾ റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുന്നത്. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ സി, നവംബർ 26, 1949, ജനുവരി 26, 1950. ഓപ്ഷൻ സി. ഓക്കെ ആണല്ലോ. അപ്പൊ നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ നിന്നും ഡിഗ്രി ലെവലിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ അനോദർ പാർട്ടുമായിട്ട് വരും. മാത്രമല്ല ആ പാർട്ട് ഡിസ്കസ് ചെയ്യും. ആ പാർട്ടിലെ മാക്സിമം പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഒതന്റിക് ആയിട്ടുള്ള സോഴ്സിൽ നിന്നും നമ്മളുടെ ലക്ഷ്മികാന്തിനെ പോലുള്ള PSC ബുള്ളറ്റിന്റെ പോയിന്റ്സ് ഒക്കെ അടങ്ങുന്ന മാക്സിമം ഒതന്റിക് സോഴ്സിൽ നിന്നുള്ള മാക്സിമം പോയിന്റ്സ് നിങ്ങളിലേക്ക് തരും. ആ ഏരിയ കഴിഞ്ഞതിന് ശേഷം തന്നെ അത്രയും കാലം 2021 മുതൽ ഡിഗ്രി പ്രിലിംസ് നടന്നത് മുതൽ ഇങ്ങോട്ട് 2025 വരെയുള്ള ആ പ്രിലിംസുകളിൽ നിന്നും എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ആ ഏരിയയിൽ നിന്നും എത്ര ക്വസ്റ്റ്യൻസ് വന്നു, ആ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ സഹിതം നിങ്ങളിലേക്ക് ഡിസ്കഷൻ വരും. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്രദമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അകമഴിഞ്ഞ സപ്പോർട്ടായിരിക്കും നമ്മുടെ മുന്നോട്ടുള്ള യാത്രയെ നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് നല്ല സപ്പോർട്ട് ഉണ്ടാകുമെന്ന വിശ്വാസത്തോടെ താങ്ക് യു ഫോർ ലേണിംഗ്.